ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. നമ്മൾ ജീവിക്കുന്ന ഈ ലോകം ഇത് സൃഷ്ടിച്ചത് പൂർണ്ണനായ ഒരു ദൈവമല്ല, മറിച്ചൊരു വലിയ തെറ്റിൽ നിന്ന് പിറന്ന അജ്ഞാനനായൊരു ദൈവമാണെങ്കിലോ? കേൾക്കുമ്പോൾ തന്നെ വിചിത്രമായി തോന്നുന്നുണ്ടല്ലേ? ഇത് നിരോധിക്കപ്പെട്ട ഒരു പുരാതന ഗ്രന്ഥത്തിൽ നിന്നുള്ള ഞെട്ടിക്കുന്നൊരാശയമാണ്. അപ്പോൾ നമുക്ക് ഈ വിചിത്രമായ സൃഷ്ടികഥയുടെ ഉള്ളറകളിലേക്കൊന്ന് യാത്ര ചെയ്യാം. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു രൂപരേഖ. നമ്മൾ ഒരുമിച്ച് ഈ ഒരു യാത്ര പോവുകയാണ്. എല്ലാവരെയും കുഴപ്പിക്കുന്ന ഒരു സാധാരണ ചോദ്യത്തിൽ നിന്ന് തുടങ്ങി നമ്മുടെ ലോകത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിനെ തന്നെ ഒരുപക്ഷെ മാറ്റിമറിച്ചേക്കാവുന്ന ഒരു ഉത്തരത്തിലേക്കാണ് നമ്മളെത്തുന്നത്. ശരി, അപ്പോൾ നമുക്ക് തുടങ്ങാം. എല്ലാത്തിൻ്റെയും തുടക്കം ഒരു ചോദ്യത്തിൽ നിന്നാണ്. ആയിരക്കണക്കിന് വർഷങ്ങളായി മനുഷ്യരെ കുഴപ്പത്തിലാക്കിയ ഒരു ചോദ്യം. നിങ്ങൾ എപ്പോഴെങ്കിലും ഇത് ചിന്തിച്ചിട്ടുണ്ടോ? ദൈവം സ്നേഹവും നന്മയും നിറഞ്ഞവനാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ ലോകത്ത് ഇത്രയധികം വേദനയും കഷ്ടപ്പാടുകളും തിന്മയുമൊക്കെ ഉണ്ടാകുന്നത്? ഇത് വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. അപ്പോ ഈയൊരു വലിയ ചോദ്യത്തിനുത്തരം വരുന്നത് എവിടെ നിന്നാണെന്നറിയാമോ? ആദ്യകാല ക്രിസ്ത്യൻ സഭ നശിപ്പിക്കാൻ കൽപ്പിച്ചൊരു പുസ്തകത്തിൽ നിന്ന്. യോഹന്നാന്റെ രഹസ്യപുസ്തകം എന്നറിയപ്പെടുന്ന ഈ ഗ്രന്ഥം തികച്ചും വ്യത്യസ്തമായ ഒരു വിപ്ലവകരമായ സൃഷ്ടികഥയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ പുസ്തകമനുസരിച്ച് യഥാർത്ഥത്തിൽ എല്ലാം എങ്ങനെയായിരുന്നെന്ന് നോക്കാം. അതായത് ഈ ലോകമുണ്ടാകുന്നതിനും എത്രയോ കാലം മുൻപ്. ഈ കഥയനുസരിച്ച് എല്ലാത്തിനും മുകളിൽ, എല്ലാത്തിനും അതീതനായ ഒരാളുണ്ട്, ഏകനായവൻ. ഇതൊരു പേരല്ല, മറിച്ച് ഒരവസ്ഥയാണ്. നമുക്ക് ചിന്തിക്കാനോ വിവരിക്കാനോ സങ്കൽപ്പിക്കാനോ പോലും പറ്റാത്ത ഒരു അനന്തമായ പ്രകാശം. അതാണ് എല്ലാത്തിൻ്റെയും ഉറവിടം. അപ്പോൾ ഈ അനന്തമായ പ്രകാശം, അതിലേക്ക് തന്നെ നോക്കിയപ്പോൾ അതിൽ നിന്നൊരു പ്രതിഫലനം പോലെ ആദ്യത്തെ ശക്തിയുണ്ടായി. അവളുടെ പേരായിരുന്നു ബാർബെല്ലോ. അത് ഏകനായവന്റെ തന്നെ ചിന്തയായിരുന്നു. പ്രപഞ്ചത്തിൻ്റെ എല്ലാം മാതാവെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണ് ആദ്യത്തെ ആ പൂർണ്ണമായ ലോകമുണ്ടാകുന്നത്. ബാർബെല്ലോ ഏകനായവനോട് ഓരോ ശക്തികൾക്കായി ആവശ്യപ്പെട്ടു. അങ്ങനെ ഒന്നൊന്നായി മുന്നറിവ്, അനശ്വരത, നിത്യജീവൻ, സത്യം എന്നിവയെല്ലാം ഉണ്ടായി. ഇതെല്ലാം ചേർന്നതായിരുന്നു ആ പ്രകാശത്തിന്റെ ലോകം. പിന്നീട് ബാർബെല്ലോയിൽ നിന്നും ഏകനായവനിൽ നിന്നും ഒരു പ്രകാശത്തിന്റെ തീപ്പൊരിയുണ്ടായി. അതാണ് ക്രിസ്തു. എന്നാൽ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. നോസ്റ്റിക് കാഴ്ചപ്പാടിൽ ക്രിസ്തു ആ ആദ്യത്തെ 5 ശക്തികളെപ്പോലെയായിരുന്നില്ല, മറിച്ച് അവരുടെ എല്ലാം ഒരു സൃഷ്ടിയായിരുന്നു. ഇതുവരെ എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു അല്ലേ? എല്ലാം പ്രകാശവും നന്മയും. പക്ഷേ ഇവിടെയാണ് കഥ മാറുന്നത്. ഒരൊറ്റ പ്രവൃത്തി കാരണം ആ പൂർണ്ണത എങ്ങനെയാണ് തകർന്നതെന്ന് നമുക്ക് നോക്കാം. ഈ കഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് സോഫിയ. അവളുടെ പേരിന്റെ അർത്ഥം ജ്ഞാനം എന്നാണ്. ഏകനായവരിൽ നിന്ന് ഉത്ഭവിച്ച ആ ദൈവിക ശക്തികളിൽ അല്ലെങ്കിൽ അയോണുകളിൽ ഒരാളായിരുന്നു സോഫിയ. സോഫിയയ്ക്ക് ഒരു ആഗ്രഹമുണ്ടായി. സ്വന്തമായി ആരുടെയും സഹായമില്ലാതെ എന്തെങ്കിലുമൊന്ന് സൃഷ്ടിക്കണം. അവൾ ഏകനായവന്റെ സമ്മതം ചോദിച്ചില്ല, തന്റെ പങ്കാളിയുടെ സഹായവും തേടിയില്ല. ആ ഒരു തീരുമാനമാണ് എല്ലാത്തിനും കാരണമായത്. അതിന്റെ ഫലമോ ഭീകരവും അപൂർണവുമായൊരു സൃഷ്ടി ജനിച്ചു. അപ്പോ സോഫിയുടെ ആ തെറ്റിൽ നിന്ന് ജനിച്ച ആ ഭീകരരൂപിയെ നമുക്ക് പരിചയപ്പെടാം. നമ്മുടെ ഈ ഭൗതിക ലോകം രൂപപ്പെടുത്തിയ അജ്ഞനായ ആ കൊച്ചുദൈവത്തെ. സോഫിയ ജന്മം നൽകിയത് സിംഹത്തിന്റെ തലയും പാമ്പിന്റെ ഉടലുമുള്ള ഒരു വിചിത്ര ജീവിക്കായിരുന്നു. ഇതിനെ കണ്ട് അവൾക്ക് വല്ലാത്ത നാണക്കേട് തോന്നി. അവൾ ആ ജീവിയെ പ്രകാശത്തിന്റെ ലോകത്തിനിന്ന് പുറത്താക്കി ഒരു മേഘത്തിനുള്ളിൽ ഒളിപ്പിച്ചു. അവനൊരു പേരും നൽകി, യാൾദബവോത്ത്. യാൾദബവോത്തിന് അറിയില്ലായിരുന്നു തനിക്കു മുകളിലും ഒരു പൂർണ്ണമായ ലോകമുണ്ടെന്ന്, ഒരു യഥാർത്ഥ ദൈവമുണ്ടെന്ന്. അതുകൊണ്ട് അവൻ അഹങ്കാരത്തോടെ പറഞ്ഞു, ഞാനാണ് ദൈവം, ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല. യാൾദബവോത്ത് ഒറ്റയ്ക്കായിരുന്നില്ല. അവൻ തനിക്കുവേണ്ടി ഒരു ഭീകരരൂപികളുടെ ഒരു സംഘത്തെ തന്നെ ഉണ്ടാക്കി. ചെമ്മിരിയാടിന്റെ മുഖമുള്ളവൻ, കഴുതയുടെ മുഖമുള്ളവൻ, 7 തലയുള്ള പാമ്പ് എന്നിങ്ങനെ വിചിത്ര രൂപികളായ 7 ഭരണാധികാരികൾ. ശരി, അപ്പോ ഈ അപൂർണനായ സ്രഷ്ടാവും അവന്റെ വിചിത്ര രൂപികളായ കൂട്ടാളികളും എങ്ങനെയാണ് നമ്മുടെ ഈ ഭൗതിക പ്രപഞ്ചവും മനുഷ്യ ശരീരവുമൊക്കെ ഉണ്ടാക്കിയതെന്ന് നോക്കാം. ഇതാണ് നോസ്റ്റിക് ചിന്തയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയം. അതായത് നമ്മൾ ജീവിക്കുന്ന ഈ കാണുന്ന ലോകം, ഈ പ്രപഞ്ചം, ഇതൊന്നും ഒരു ഒറിജിനലല്ല, മറിച്ച് മുകളിലുള്ള ആ പ്രകാശത്തിന്റെ ലോകത്തിന്റെ ഒരു മോശം കോപ്പിയാണ്, ഒരു മങ്ങിയ പ്രതിഫലനം മാത്രം. മനുഷ്യന്റെ ശരീരം ഉണ്ടാക്കിയത് ഒരു അസംബ്ലി ലൈനിലാണെന്ന് വേണമെങ്കിൽ പറയാം. യാൾദബോവത്തിന്റെ ഓരോ ശക്തികളും ഓരോ ഭാഗം നിർമ്മിച്ചു. ഒരാൾ അസ്ഥി, മറ്റൊരാൾ ഞരമ്പുകൾ, വേറൊരാൾ മാംസം. അങ്ങനെ ഒത്തുചേർന്നുണ്ടായ ഒന്നാണ് നമ്മുടെ ഈ ശരീരം. ഈ പുസ്തകം പറയുന്നത് എന്താണെന്നാൽ നമ്മുടെ ഭൗതിക ശരീരത്തിനെ അടിസ്ഥാനപരമായി ഭരിക്കുന്നത് 4 കാര്യങ്ങളാണ്: സുഖം, ആഗ്രഹം, ദുരിതം, പിന്നെ ഭയം. ഇവ വെറും വികാരങ്ങളല്ല, മറിച്ച് നമ്മളെ ഈ ഭൗതിക ലോകത്ത് തളച്ചിടുന്ന പൈശാചിക ശക്തികളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കേട്ടു. ഇനി നമുക്ക് തുടങ്ങിയ ഇടത്തേക്ക് തന്നെ തിരിച്ചു വരാം, നമ്മുടെ ആ ആദ്യത്തെ ചോദ്യത്തിലേക്ക്.
ഇതിനെല്ലാം ശേഷവും ആ ചോദ്യത്തിന് എന്തുത്തരമാണ് കിട്ടുന്നതെന്ന് നോക്കാം. ഇവിടെ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാകും. ഒരു വശത്ത് പ്രകാശവും നന്മയും നിറഞ്ഞ, നമുക്ക് സങ്കൽപ്പിക്കാൻ പോലും കഴിയാത്ത ആ യഥാർത്ഥ ദൈവം. മറുവശത്ത് അജ്ഞതയിൽ നിന്ന് ജനിച്ച് അഹങ്കാരിയും അസൂയാലുവുമായ ഈ ലോകമുണ്ടാക്കിയ യാൽദബോത്ത്. അപ്പോ ഇതാണ് നോസ്റ്റിക് ഉത്തരം. തിന്മ വരുന്നത് യഥാർത്ഥ ദൈവത്തിൽ നിന്നല്ല, അത് വരുന്നത് ഈ ലോകം സൃഷ്ടിച്ച അജ്ഞനും അപൂർണനുമായ ഒരു സ്രഷ്ടാവിൽ നിന്നാണ്. അതുകൊണ്ടാണ് ഈ ലോകം ഇങ്ങനെയൊക്കെ ആയത്. പക്ഷേ ഒരു പ്രതീക്ഷയുണ്ട്. നമ്മളെല്ലാവരും അവൻ്റെ ലോകത്ത് കുടുങ്ങിക്കിടക്കുകയാണെങ്കിലും നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ആ യഥാർത്ഥ പ്രകാശത്തിൻ്റെ ഒരു ചെറിയ അംശം, ഒരു തീപ്പൊരി ഒളിഞ്ഞിരിപ്പുണ്ട്. ഈ ഒരു ആശയം നമ്മളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന രീതിയെ തന്നെ മാറ്റാൻ കഴിവുള്ള ഒന്നാണ്, അല്ലേ? നമ്മുടെ ഈ ലോകം ഒരു കോപ്പി മാത്രമാണെങ്കിൽ, നമ്മുടെ ഈ ശരീരം ഒരു തടവറയാണെങ്കിൽ, പിന്നെ നമ്മുടെ ഉള്ളിലെ ആ ദൈവിക തീപ്പൊരിയുടെ യഥാർത്ഥ ലക്ഷ്യം എന്തായിരിക്കും? ഇതൊന്ന് ആഴത്തിൽ ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്.